മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു. ഒരു ദിവസം ആൾക്കാർ വന്നിട്ട് ഈസാ നബിനോട് പറഞ്ഞു, ഈസാ നബിയെ നിങ്ങൾ ജീവിപ്പിക്കണൊക്കെ കുറെ ഇപ്പൊ അടുത്ത് മരിച്ച ആൾക്കാരാണ്, ഈ അടുത്ത കാലത്ത് മരിച്ചവരെ മാത്രമേ നിങ്ങൾ ജീവിപ്പിക്കണുള്ളൂ, കുറെ മുമ്പ് മരിച്ച ആളുകളൊന്നും നിങ്ങൾ ജീവിപ്പിക്കണില്ലല്ലോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞങ്ങൾ കുറച്ച് മുമ്പ് മരിച്ച ഒരാളെ ഖബർ കാണിച്ചെന്നാളി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു ഖബറിന്റെ അടുക്കിലേക്ക് പോയി. അങ്ങനെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അല്ലാഹുവിന്റെ ഇതിനെ കൊണ്ട് എണീക്കണമെന്ന് ആ ഖബറിന്റെ മുമ്പിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടപ്പോ ആ ഖബറിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്നു. മൻ അൻത, നിങ്ങൾ ആരാണെന്ന് ഈസാ നബി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അന സാം ഇബ്നു നൂഹ്, ഞാൻ നൂഹ് നബിയുടെ മകനായ സാമാണ്. നൂഹ് നബിയുടെ 3 മക്കളുണ്ട്, സാം, ഹാം, യാഫിത്ത്. ഈ 3 മക്കളെ കുട്ടികൾ മാത്രമേ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതിനു മുമ്പുള്ള ആളുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു. സാം, ഹാം, യാഫിത്ത് എന്ന ആളുകളുടെ തലമുറയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരൊക്കെ. ഇതിൽപ്പെട്ട സാം എന്നവരാണ് ആ എണീറ്റ ആള്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി മരിച്ചിട്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 3000 കൊല്ലമായി ഞാൻ മരിച്ചിട്ട് പറഞ്ഞു. 3000 കൊല്ലമായി മരണപ്പെട്ടിട്ട്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കാലത്ത് തല നിരക്കുക എന്നൊരു സമ്പ്രദായം ഇല്ലല്ലോ, നിങ്ങളെ തലയിൽ വരച്ച മുടി കാണുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ സാം എന്നവര് പറയാണ്, എന്റെ കാലഘട്ടത്തിലെ മുടി നിരക്കുക എന്ന സമ്പ്രദായമില്ല എന്നത് ശരിയാണ്. എന്നാൽ ഞാൻ മരിക്കാൻ സമയത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ റൂഹ് അങ്ങ് പിടിച്ചപ്പോ ആ പിടിക്കുന്ന പിടുത്തത്തിലുള്ള ഞെട്ടലിലാണ് എന്റെ മുടി നരച്ചു പോയതെന്ന് മഹാനായ സാം ഇബ്നു നൂഹ്